ഹരിച്ചേട്ടാ, ഷാനിക്ക, ചേച്ചി, നമ്മളൊരു റിയാലിറ്റി ഷോ ചെയ്യുമ്പോൾ നമ്മളെ ആ ഈ റിയാലിറ്റി ഷോനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അതിന്റെ സ്പോൺസേഴ്സ് ആയിരിക്കും അല്ലെ? Definitely, yes. ഒബ്വിയസ്ലി അവരാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഉം. അവരുടെ ആ ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് നമുക്ക് ഒരു റിയാലിറ്റി ഷോ നടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ല. ഒരിക്കലും ഒരു ഷോയും നമുക്ക് പറ്റില്ല. പറ്റില്ല. അപ്പോൾ നമ്മളുടെ കുട്ടികളെ, നമ്മുടെ സൂപ്പർ സ്റ്റാറിലെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്പോൺസറാണ് അർബൻ ഗ്രാമീൺ സൊസൈറ്റി. അവർക്ക് സെക്കൻഡ് പ്രൈസ് ആണ് അർബൻ ഗ്രാമീൺ സൊസൈറ്റി സ്പോൺസർ ചെയ്യുന്നത്. അതിന്റെ മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാജ് സാർ നമ്മളുടെ കൂടെ ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് സാറിനെ ഒന്ന് വെൽക്കം ചെയ്യാം. Sure, ഇല്ല, sure. തീർച്ചയായും. അജിത് സാർ ഒന്ന് ഫ്ലോറിലേക്ക് വരണം. ഹലോ നമസ്തേ. അജിത് സാർ, വെൽക്കം ടു സൂപ്പർ സ്റ്റാർ. Yes. ആൻഡ് താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഞങ്ങളുടെ ഷോയ്ക്ക് വേണ്ടി ഒരു സെക്കൻഡ് പ്രൈസ് സ്പോൺസർ ചെയ്തതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമ്മുടെ ഷോ എന്താണ് സൂപ്പർ സ്റ്റാറിനെ കുറിച്ച് പറയാനുള്ളത്? സൂപ്പർ സ്റ്റാർ നമുക്കറിയാം തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ കോളേജ് അല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടങ്ങൾ മുതൽ നമ്മൾ കണ്ടുകൊടുക്കുന്ന ഒരു ആദ്യത്തെ റിയാലിറ്റി Reality ഷോ show. എന്ന് പറയാൻ പറ്റും. അതൊക്കെ കണ്ടു കഴിഞ്ഞാണ് സ്റ്റാർട്ടിങ് മുതലേ അറിയാം. അതുപോലെ ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അല്ലേ വീണ്ടും സൂപ്പർ സ്റ്റാർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കാണാറുണ്ട്, സമയം കിട്ടുമ്പോഴൊക്കെ ഫാമിലിയോടൊപ്പം കാണാറുണ്ട്. വളർന്നു വരുന്ന ഒരുപാട് കലാകാരന്മാർ, കലാകാരികൾ. അപ്പോൾ ആ ഒരു അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ ആ പരിപാടിയോടുള്ള ഒരു വളരെ വലിയ ഇഷ്ടം കൊണ്ട് തന്നെയാണ് അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഈ പരിപാടി സ്പോൺസർ ചെയ്യാൻ തന്നെ കാരണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആൻഡ് ഈ അർബൻ ഗ്രാമീൺ സൊസൈറ്റിയെ കുറിച്ചും കൂടെ നമുക്കൊന്ന് പറഞ്ഞു തരുമോ? അർബൻ ഗ്രാമീൺ സൊസൈറ്റി എന്ന് പറയുമ്പോൾ പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് ബേസായി വന്ന ഒരു സ്റ്റാർട്ടപ്പ് സംരംഭമാണ്. ഏകദേശം 5 പേരിൽ തുടങ്ങി ഇന്ന് 250 പേരിൽ എത്തി നിൽക്കുന്ന 5ാം വർഷത്തിലേക്ക് എത്തുമ്പോഴേക്കും ഒരു 250 കൂടുതൽ എംപ്ലോയീസിൽ എത്തി നിൽക്കുന്ന ഒരു ഏകദേശം എറണാകുളം മുതൽ കാലിക്കറ്റ് വരെ പ്രസൻസ് ഉള്ള, അതുപോലെ ഇനി മൾട്ടി സ്റ്റേറ്റ് കേരള, കർണാടക, മഹാരാഷ്ട്ര പോലുള്ള 3 സംസ്ഥാനങ്ങളിലേക്ക് കൂടി പ്രവർത്തനം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സംരംഭമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് സംരംഭമാണ്. ഓക്കെ, അപ്പോൾ എനിക്കറിയാം ഓരോ സ്റ്റേജിലും വളർന്നു വരാൻ അല്ലെങ്കിൽ ഓരോ സ്റ്റേജിലും നമ്മൾ കരിയർ വൈസ് ആണെങ്കിലും നമ്മുടെ ലൈഫിലാണെങ്കിലും ഗ്രോ ചെയ്യാൻ നമ്മൾക്ക് കിട്ടുന്ന ഓരോ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കരിയറിലും ലൈഫിലും നല്ലൊരു വിജയം കൈവരിക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ ഉള്ളൊരു സ്റ്റേജ് അല്ലെങ്കിൽ ഒരു ഫ്ലോറാണ് ഇത്. തീർച്ചയായിട്ടും ഇന്ന് ഒരുപാട് അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ അത് യൂട്ടിലൈസ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. അപ്പൊ വന്നതിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷം. തുടർന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും വളർന്നു വരുന്ന മീൻസ് കലാകാരന്മാർക്കൊപ്പം അല്ലെങ്കിൽ വളർന്നു വരുന്ന യങ്സ്റ്റേഴ്സിൻ്റെ ഒപ്പം എന്തായാലും ഞങ്ങൾ ഉണ്ടാവും. തീർച്ചയായിട്ടും വളർന്ന കലാകാരന്മാരോടൊപ്പം വേണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സാറോടെ ഇരുന്ന് 2 പേരും മൂളുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ ഇന്ന് സാറായിരുന്നു. അപ്പോൾ സാറിൻ്റെ ഒരു ഫാനും കൂടിയാണ് ഞാൻ. ഒരുപാട് പാട്ടുകൾ ഈ അടുത്ത് സാറ് ഇൻഫോ പാക്കിൽ അല്ലേ ഒരു പ്രോഗ്രാം സാറ് ചെയ്തിരുന്നു. ഞാൻ അറിഞ്ഞിരുന്നു, പക്ഷെ എത്താൻ കഴിഞ്ഞില്ല. അതുപോലെ ഷാനിക്ക വർഷങ്ങൾക്ക് ശേഷം അല്ലേ ധ്യാൻ ശ്രീനിവാസന്റെ ചേട്ടന്റെ പടത്തില് ഈ അടുത്ത് നല്ലൊരു റോള് ചെയ്തിരുന്നു. അപ്പോ അതുപോലെ മാഡത്തിന്, അപ്പൊ എല്ലാവരെയും നമുക്ക് ഒരു നല്ല ടീമാണ്. മീൻസ് അതുപോലെ പാർവതി. അപ്പോൾ തീർച്ചയായിട്ടും സൂപ്പർ സ്റ്റാർ പഴയതിനേക്കാൾ കൂടുതൽ ഒരു സക്സസിലേക്ക് എത്തട്ടെ എന്നുള്ള രീതിയിൽ. ഓക്കെ, താങ്ക് യു. അജിത് സാർ പാട്ട് പാടുവോ? അയ്യോ, എനിക്ക് അങ്ങനെയുള്ള കഴിവുകളില്ല. പക്ഷേ പാടുന്നവരെ വളരെയധികം ഇഷ്ടമാണ്. അതൊക്കെ തന്നെയാണ് സൊസൈറ്റിയെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിക്കാനുള്ള കാരണം. ഓക്കെ, ഇതിൻ്റെ ടീം സമീപിച്ചപ്പോൾ തീർച്ചയായിട്ടും എന്നെ ഇതിലേക്ക് പ്രേരിപ്പിച്ച ഘടകം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. കാരണം എനിക്ക് ഹോട്ടൽ പാലാട്ട് റെസിഡൻസ് എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ വീക്കെൻഡ്സിൽ കൊച്ചിയിൽ നിന്ന് ഇവിടെ നിന്നൊക്കെയാണ് സിംഗേഴ്സ് വരാറുള്ളത്. അപ്പോൾ ഈ വീക്കെൻഡ്സ് പ്രോഗ്രാംസ്, മ്യൂസിക് നൈറ്റ്സുകൾ ഞങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ അവിടെ വരുന്ന സിംഗേഴ്സ് ഓരോ പ്രാവശ്യം ഓരോ സിംഗേഴ്സിനെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. അവർ വരും, പ്രോഗ്രാംസ് ചെയ്യും, പോവും. അപ്പോൾ പാട്ടിനെ അല്ലെങ്കിൽ മീൻസ് സിംഗേഴ്സിനെ ഒരുപാട് അല്ലെങ്കിൽ അവരെയൊക്കെ ഒരുപാട് ആരാധിക്കുന്ന ഒരാളാണ്. പക്ഷെ നമുക്ക് ഇല്ലാത്തൊരു കഴിവാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലത് വരട്ടെ.
താങ്ക് യു അരിസാറിന്റെ ഒരു പ്രോഗ്രാം ഞങ്ങളുടെ ഹോട്ടലിലേക്ക് ഹോട്ടലിൽ ഞങ്ങൾക്ക് ഒപ്പം ചെയ്യാൻ കഴിയട്ടെ, അതിനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ. ഞങ്ങളും വരാം. എന്തായാലും സൂപ്പർ സ്റ്റാറിന് ഒരിക്കൽ കൂടി ഓൾ ദ ബെസ്റ്റ്. ഒപ്പം എല്ലാ കണ്ടസ്റ്റൻസിനും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് സപ്പോർട്ടിങ്. പക്ഷെ പോകുന്നതിന് മുന്നേ സമയം കണ്ടെത്തി ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ ഒരു സ്നേഹാദരവ്. ഓക്കെ, താങ്ക് യു. ഷാനിക്ക ഹരിച്ചേട്ടാ ഒന്ന് stage. എന്താണ് മൈക്കിലെ റിക്വസ്റ്റ്? ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ടെന്ന്, രണ്ടുപേരും ഒന്ന് മൂളാവുന്നു അദ്ദേഹത്തിന് വേണ്ടി. ഏതാണ് ഏത് പാട്ടാ ഇഷ്ടം? സാറിന്റെ ഏത് പാട്ടായാലും കുഴപ്പമില്ല. പൂക്കൾ പൂക്കും തരുണം ആരുയിരെ பார்த்ததாருமில்லையே உலரும் காலை பொழுதை முழுமதையும் பிரிந்த போவதில்லையே நேற்று வரை நேரம் போதவில்லையே உனதருகே நேரம் போதவில்லையே எதுவும் பேசவில்லையே இன்று ஏனோ எதுவும் தோன்றவில்லையே இது எதுவோ இரவும் விடியவில்லை அது விழுந்தால் பகலும் முடியவில்லை பூந்தளிரே Thank you. അടുത്ത 2 വർഷത്തേക്കുള്ള സ്പോൺസർഷിപ്പും കൂടി സ്പോൺസേഴ്സിന് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് സർ. ഓക്കെ, താങ്ക് യു.